പൂരാവേശത്തിലാണ് നമ്മുടെ നാട്. നെയ്തലക്കാവ് ഭഗവതിയുടെ വിളംബരത്തോടെ പൂരാവേശത്തിന് തുടക്കമായിട്ടുമുണ്ട്. എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് തിടമ്പേറി വന്ന ഭഗവതി തെക്കേ ഗോപുരനട തുറന്ന് നിലപാട് തറയിലെത്തി പൂര വിളംബരം ചെയ്തു. പൂര വിളംബരത്തിന് ആയിരങ്ങളാണ് തെക്കേ ഗോപുരനടയിൽ തടിച്ചുകൂടിയത്. എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് തിടമ്പേറി വന്ന ഭഗവതി തെക്കേ ഗോപുരനട തുറന്നതോടെ ആയിരങ്ങളുടെ ആർപ്പുവിളികളുമായി തൃശൂർ നഗരം പൂരാവേശത്തിലേക്ക് താളം കൊട്ടിക്കയറി. പുലർച്ചെ ആറാട്ട് കഴിഞ്ഞ് ഭഗവതി രാവിലെ 8:30 കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. എറണാകുളം ശിവകുമാർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ പൂരപ്പറമ്പ് വഴി മണികണ്ഠനാലിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും പൂരനഗരി ജനസാഗരമായി. കക്കാട് രാജപ്പൻ പ്രമാണിയായ പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്. നെയ്തലക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനമുള്ള പടിഞ്ഞാറേ നട വഴി വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വെച്ച് തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക്. എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി വന്ന ഭഗവതി കാത്തുനിന്ന ആബാലവൃദ്ധം ജനങ്ങളെയും അഭിവാദ്യം ചെയ്തു. ചുറ്റുമതിലിന് പുറത്തുകൂടി ശ്രീമൂലസ്ഥാനത്ത് ഭഗവതി എത്തിയതോടെ ശംഖു വിളിച്ച് പൂര വിളംബരം. ഇത്തവണ ജനകീയ പൂരമായിരിക്കും തൃശ്ശൂരിലെന്ന് മന്ത്രി കെ രാജൻ. എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് ഓരോ വകുപ്പിനും അതിൻ്റേതായിട്ടുള്ള ചുമതല നിർവഹിക്കാനുണ്ട്. ആ ചുമതലകൾ ഏറെ ആവേശപൂർവ്വം ഏറെ മനോഹരമായിട്ടും നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര പൂരമായിട്ട്. പ്രധാന ചടങ്ങായ വിളംബരം നടന്നതോടെ തൃശ്ശൂർ പൂരലഹരിയിലായി. നാളെ രാവിലെ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നും ചെറുപൂരങ്ങളുടെ വരവാരംഭിക്കും. തുടർന്ന് 11:30 തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ്. 12 പാറമേക്കാവ് എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് 2 മണിയോടെ മേളങ്ങളുടെ മേളമായ ഇലഞ്ഞിത്തറ മേളവും തുടങ്ങും. വൈകിട്ട് 5:30 തെക്കോട്ടിറക്കത്തോടെ വർണ്ണാഭമായ കുടമാറ്റം. അതോടെ പൂരാവേശം ഇരട്ടിയാകും. പിന്നെ ബുധനാഴ്ച പുലർച്ചെ വരെ വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ്. പൂരങ്ങളുടെ പൂരം വിളംബരം ചെയ്തു. ഇനിയുള്ള 32 മണിക്കൂർ ലോകം സാംസ്കാരിക നഗരിയിലേക്ക്. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. ടീം ന്യൂസ് മലയാളം, തൃശൂർ.